നമസ്തേ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഈ ഒരു മന്ത്രം ഭഗവത്ഗീതയിൽ വളരെയധികം പ്രസിദ്ധമായൊരു മന്ത്രമാണ്. എന്നാൽ ഏറെ പേർ ഈ ഒരു മന്ത്രത്തെ വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണാജനകമായ കാഴ്ചപ്പാടോടുകൂടി പലരും ഈ മന്ത്രത്തെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: വർണ്ണവ്യവസ്ഥ ഭഗവത്ഗീതയുടെ ഇപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ ആധാരത്തിൽ എപ്രകാരമാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങയുടെ വിലയേറിയ അഭിപ്രായം അറിയുവാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മചാരി പുരുഷോത്തമ ചൈതന്യയുടെ ഈ ചോദ്യം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, ട്രാൻസെൻഡൻ്റൽ നോളജ്, ദ യോഗ ഓഫ് നോളജ്, ദ റിലീജിയൻ ഓഫ് നോളജ് സമ്മറി ആൻഡ് അനാലിസിസ്. അറിവിനെക്കുറിച്ചുള്ള ജ്ഞാന, അത് കർമ്മത്തിലെത്തുമ്പോൾ സ്കിൽ, വ്യവഹാരപരമായ കർമ്മങ്ങൾ, അതിനെ എങ്ങനെ ഒരു സന്യാസയോഗമായി മാറ്റാം എന്നുള്ള അറിവ്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ എങ്ങനെ ഒരു ഡിസിപ്ലിനോടുകൂടി, എങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളോടുകൂടി കർമ്മം എങ്ങനെ കൊണ്ടുപോകണം, കർമ്മവും ജ്ഞാനവും എങ്ങനെ ദൈവികമാക്കണം, അതാണ് ട്രാൻസെൻഡൻ്റൽ എന്ന് പറഞ്ഞാൽ, ഗോഡ്ലി, എങ്ങനെ ദൈവികമാക്കണം. ഒരു ജീവൻ, ഒരു ഇൻഡിവിജ്വൽ സോൾ, ആത്മാവ് ഭഗവാനുമായി ചേരുമ്പോൾ, ഒരു വ്യക്തി ഭഗവാനുമായി ചേരുമ്പോൾ കിട്ടുന്ന ലിബറേഷൻ, മുക്തി, അതാണ് ഒരു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള, സുപ്രീം ആയിട്ടുള്ള സ്പിരിച്വൽ പീസ്. അത് ഏത് തരത്തിലുള്ള കർമ്മങ്ങളിൽ, ഏത് തരത്തിലുള്ള യോഗങ്ങളിൽ, ഏത് തരത്തിലുള്ള സന്യാസത്തിൽ ചേർന്നാൽ ഈശ്വരൻ്റെ മഹത്വവും കർമ്മയോഗവും ചേർന്ന് ഒരു ഗുണസമ്പൂർണമായ ജ്ഞാനകർമ്മ സന്യാസത്തിലേക്ക് എത്താം എന്നുള്ള ഒരു സ്കിൽ എബിലിറ്റി, യോഗം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ്, ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, യജ്ഞങ്ങളുടെയും വർണ്ണവും യജ്ഞവും കർമ്മവും അതിൻ്റെ ഫലവും എങ്ങനെ സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളുമായി എങ്ങനെ സമന്വയിപ്പിക്കാം എന്നുള്ള ഒരു വിശകലനത്തിന് ആണ് ശരിക്കു പറഞ്ഞാൽ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, ഇതിൽ അർജുനൻ്റെ ഒരു ചോദ്യവും 41 ശ്ലോകങ്ങൾ ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നതുമായ 42 ശ്ലോകങ്ങളുള്ള ഒരു 1/4 ഭാഗം ഭഗവത്ഗീതയുടെ എത്തുമ്പോഴുള്ളൊരു ശ്ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 13-ാമത്തെ ശ്ലോകമാണ് ഈ പറഞ്ഞിട്ടുള്ള ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം എന്ന് പറയുന്ന ശ്ലോകം. ഇതിൽ 4-ാമത്തെ അധ്യായം ഭഗവാൻ തന്നെയാണ് തുടങ്ങുന്നത്. സൂര്യൻ
മനുവിന് പറഞ്ഞു കൊടുത്തു, അത് വിവിസ്വാന് പറഞ്ഞു കൊടുത്തു, അത് കഴിഞ്ഞ് ഇക്ഷ്വാഹുവിന് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം അറിവിൽ പ്രാധാന്യമില്ലാതെ കർമ്മങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് തുടങ്ങിപ്പോയത് കൊണ്ട് ഭഗവത്ഗീതയുടെ ഹിസ്റ്ററി എന്താണെന്ന് പറയുന്ന ഒരു ശ്ലോകം, ഇമം വിവസ്വതേ യോഗം പ്രോക്ത വാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാക വേ ബ്രവീത്. അങ്ങനെ പറഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അറിവാണ് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഗുഹ്യതരമായ രാജഗുഹ്യമായിട്ടുള്ള 9-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ 18-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും സീക്രട്ടാണെന്ന് പറയുന്ന, 11-ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന അതേ ഭഗവാൻ ഇത്രയും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ഒരു ജന്മം, എന്ത് ആണ് സയൻസ് ഓഫ് ഈ ലൈഫ്, അല്ലെങ്കിൽ സയൻസ് ഓഫ് കർമ്മ, കർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, അറിവിൻ്റെ അടിസ്ഥാനം എന്താണ്, ഇത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് ഭഗവാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. വെറുതെ ജന്മം സമയം പാസ് ചെയ്ത് കളയല്ല. ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മം അനുസരിച്ച് ജന്മമെടുക്കുകയും പുനർജന്മമെടുക്കുകയും കർമ്മത്തിൻ്റെ ഫലങ്ങളനുസരിച്ച് ജന്മത്തിൻ്റെ മാറ്റുകൂടുകയും ഒക്കെ ചെയ്യുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗം. അതിൽ റീബർത്ത് ഉണ്ടെന്നും രണ്ടാമതും പുനർജന്മമുണ്ടെന്നും അതൊക്കെ അറിയണമെന്നും അതിന് എന്തൊക്കെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ, ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്ന തരത്തിൽ കർമ്മത്തെ മാറ്റിയെടുത്താൽ, ഏതൊക്കെ ഭഗവാനെ ഏതൊക്കെ കർമ്മത്തിന് വേണ്ടിയിട്ട് പ്രകീർത്തിച്ചാൽ നമ്മുടെ ജന്മത്തിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചുറ്റുമുള്ള എനിക്ക് ജീവിക്കാനുള്ള പരിസ്ഥിതി നന്നാക്കാൻ മാത്രം ശ്രമിച്ചിട്ട് ഭഗവാന്മാരെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകളെ, എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സാഹചര്യം വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ മെറ്റീരിയലിക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഏത് ഭഗവാനെ ഏത് കർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന 12-ാമത്തെ ശ്ലോകം. കം ക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവത ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഇന്ന് കർമ്മം ചെയ്താൽ ഇന്ന് സിദ്ധി കിട്ടും. അപ്പോൾ അടുത്ത വാക്ക് പറയേണ്ടത് ഈ കർമ്മത്തിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി, എൻ്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം, എൻ്റെ ഉള്ളിലുള്ള ഭാവം, എൻ്റെ ഉള്ളിലുള്ള കഴിവ്, അത് 4 തരത്തിലായിട്ട് എൻ്റെ ഗുണങ്ങളുടെ കർമ്മമനുസരിച്ചിട്ട് വിച്ഛേദിച്ചിട്ട് വിശകലനം ചെയ്ത് കാണാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഗുണകർമ്മങ്ങൾ അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ചിട്ട്. ഏതൊക്കെ ക്വാളിറ്റീസാണ് നമുക്കുള്ളത്? അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ എനിക്ക് വേണമെന്ന് തോന്നുന്ന ആ ഒരു ആഗ്രഹങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഞാൻ എന്നെ വിശകലനം ചെയ്ത് എൻ്റെ സ്വഭാവത്തെ പുറത്തെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഒരു ഡൂയർ, ഒരു കർമ്മം ചെയ്യുന്ന ഒരാൾ ഗുണകർമ്മ വിഭാഗശഃ, എന്തിനു വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് എൻ്റെ പ്രകൃതിയെ, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, ആ പ്രകൃതിയെ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് ഭഗവാൻ പറയുന്നത്. മയാസൃഷ്ടം, ഞാനാണ് ഉണ്ടാക്കിയത്. എന്ത്? ചാതുർവർണ്ണ്യം, 4 തരത്തിലുള്ള വർണ്ണം. എന്താണ് വർണ്ണം? തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം. ഏത്
ക്രിയേറ്ററായിട്ടുള്ള ഞാൻ സൃഷ്ടിച്ചതാണെങ്കിലും അത് ഒരു കർമ്മം ചെയ്യാത്തൊരു വ്യക്തിക്ക് അതിൽ യാതൊരു പ്രാധാന്യമില്ല. അതുപോലെ ഞാൻ കർമ്മം ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഞാൻ ഈ സ്വഭാവത്തിനൊന്നും അധിഷ്ഠിതനല്ല, ഇതിനൊക്കെ പുറത്തു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല താനും. ഈ ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും ഈ സ്വഭാവങ്ങളിൽ ഞാൻ അധിഷ്ഠിതനല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ സ്വഭാവങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഭഗവാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഭഗവാൻ യാദവകുലത്തിൽപ്പെട്ടിട്ടുള്ള OBC ആയിട്ടുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മം പശുക്കളെ മേക്കലായിരുന്നു. ആ പശുക്കളെ മേക്കുന്ന കർമ്മത്തിൽ ആ സമയത്ത് ഒരു ഗുണം ഭഗവാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ചെറുപ്പത്തിൽ അച്ഛൻ്റെ സ്വഭാവവും കുടുംബത്തിൻ്റെ സ്വഭാവവും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പഠനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് വർണ്ണത്തിൽ ബ്രാഹ്മണത്വത്തിലേക്കാണ്. അറിവ് നേടാനല്ല, ബ്രഹ്മചാരിയായി മാറി. അത് കഴിഞ്ഞ് പിന്നെ യുദ്ധങ്ങളിലും ക്ഷാത്രീയ കർമ്മങ്ങളിലും അതുപോലെ മാനേജ്മെൻറ്റ് കർമ്മങ്ങളിലും ഭരണങ്ങളിലുമൊക്കെ ഇടപെടുന്ന സമയത്ത് ക്ഷത്രിയനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം ശൂദ്രൻ എന്ന് പറഞ്ഞാൽ OBC, പശുക്കളെ നോക്കി നടക്കുന്നതെന്ന് പറഞ്ഞാൽ OBC ആണ്. ഏറ്റവും ഡേ ടു ഡേ ആക്ടിവിറ്റികളിൽ മാത്രം പ്രാധാന്യം, വേറെ യാതൊരു താല്പര്യമില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർണ്ണത്തിൽ നിന്നും അടുത്ത ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് മാറി, അവിടെ നിന്നും തിരിച്ച് ക്ഷത്രിയ വർണ്ണത്തിലേക്ക് മാറി. ഇത്തരം വർണ്ണമാറ്റങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭഗവാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒന്നിൽ പെട്ടു നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പല വ്യത്യസ്തമായ വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ പൂർണ്ണമായിട്ടും അവ്യയനായിട്ടുള്ള ഒരാളാണ്. എനിക്കതിൽ പ്രത്യേകിച്ചൊരു പാർട്ടോ അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യം ഒന്നും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിൽ ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രത്യേകത, നമ്മൾ പറയുന്ന സാധാരണ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ, ഈ 4 കർമ്മങ്ങളിൽ എനിക്ക് തോന്നുന്നു ഭഗവാൻ അതിൽ പാർട്ടില്ലാത്തത് വൈശ്യൻ, ബിസിനസ്സുകാരൻ്റെ ലെവലിൽ ഒരു ഗുണം കാണിച്ചിട്ടുണ്ടാവില്ല. ശൂദ്രനായിട്ട് നടന്നിട്ടുണ്ട്, ക്ഷത്രിയനായിട്ട് നടന്നിട്ടുണ്ട്, ബ്രാഹ്മണനായിട്ട് നടന്നിട്ടുണ്ട്, വൈശ്യനായിട്ട് നടന്നിട്ടുമില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വ്യത്യസ്തമായ ഇത്തരം കർമ്മങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് ഗുണകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏത് ഗുണമാണോ പ്രോമിനൻസ് ആയിട്ട് വേണ്ടത്, പ്രോമിനൻസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ മറ്റു ഗുണമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഒരു ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ, പഠിപ്പിക്കലാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ള കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്. വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. എന്ന് വെച്ചിട്ട് എനിക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആവാൻ പറ്റില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ പറ്റില്ല, ആരുടെ അടുത്തും ഫീസ് മേടിച്ച് കച്ചവടം നടത്താൻ പറ്റില്ല എന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ പ്രധാനമായിട്ടുള്ള എൻ്റെ ഗുണം പഠിപ്പിക്കലാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. അത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പവറും പൊസിഷനും ഉള്ളപ്പോൾ ഞാൻ ക്ഷത്രിയ ഗുണവും എനിക്കുണ്ട്. ഞാൻ അത് കച്ചവടത്തിനായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വൈശ്യൻ്റെ ഗുണമുള്ള ഒരുത്തനാണ്. ആ സമയത്ത് ഞാൻ നല്ലപോലെ സർവ് ചെയ്തിട്ട് ആരെങ്കിലും പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടും അയാളുടെ പിന്നാലെ നടക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് സർവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശൂദ്രൻ്റെ അവസ്ഥയുമാണ്. അപ്പോൾ ഈ 4 ഗുണങ്ങളും കാണിക്കുമെങ്കിലും എൻ്റെ പ്രധാനമായ വ്യവസായം, എൻ്റെ വ്യവഹാരം, എൻ്റെ ഗുണം, എൻ്റെ കർമ്മം പഠിക്കലാണെങ്കിൽ ഞാൻ ബ്രാഹ്മണ ഗണത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പം ചാതുർവർണ്ണ്യം ഉണ്ടെങ്കിലും ബാക്കി വർണ്ണങ്ങളുടെ സ്വഭാവം ഈ ഒരു വർണ്ണത്തിലേക്ക് കുറച്ച് കലർന്നു പോവാം. അതിൽ തെറ്റൊന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിൽ, കാരണം ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ഗീതയായാലും വിഷ്ണു സഹസ്രനാമായാലും ഒക്കെ എഴുതിയിട്ടുള്ളത് ഒരേ വ്യാസമഹർഷി. ഈ കഥാപാത്രങ്ങൾ വ്യത്യസ്തമാവും. ഗീത പറയുന്ന സമയത്ത് കൃഷ്ണനാണ് പറയുന്നത്, വിഷ്ണു സഹസ്രനാമം പറയുമ്പോൾ ഭീഷ്മരാണ് പറയുന്നത്, ഗുണം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ധർമ്മപുത്രക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭീഷ്മർ. ഇവിടെ അർജുനന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഗീത പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഉള്ളത് ഒരേ വ്യാസം തന്നെയാണ് ഇതിൻ്റെയൊക്കെ കർത്താവെന്നറിയണം. ഭഗവാൻ പറയുന്നതാണെങ്കിലും ഭഗവാനല്ല നേരിട്ട് പറയുന്നത്, വ്യാസനിലൂടെയാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. അവിടെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
എന്താണ്? ബ്രാഹ്മണ ക്ഷത്രിയ വിംശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈ എന്ന് 18-ാമത്തെ അധ്യായത്തിലെ ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ വിംശാം ശൂദ്രാണാം ച പരന്തപ. ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. 4-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ പിന്നെ വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്. കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈ. സ്വഭാവപ്രഭവൈർഗുണൈ, സ്വഭാവമനുസരിച്ചിട്ടാണ് ഇവരെ ഞാൻ തരംതിരിക്കുന്നത്. അപ്പോൾ ഈ ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമപ്നുയാത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോരാളുടെയും ക്യാരക്ടർ എങ്ങനെയാണ്, വർണ്ണം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ് വേർതിരിച്ചറിയാം. വേദാന്തകോ ബ്രാഹ്മണ, അറിവാണ് താല്പര്യമെങ്കിൽ ബ്രാഹ്മണനാണ്. സ്യത് ക്ഷത്രിയോ വിജയീ ഭവേത്, പവറും പൊസിഷനും പദവികളാണ് ആവശ്യം എങ്കിൽ അയാൾ ക്ഷത്രിയനാണ്. വൈശ്യോ ധനസമൃദ്ധ, സ്വത്തിലാണ് കാശിലാണ് താല്പര്യമെങ്കിൽ അയാൾ വൈശ്യനാണ്. ശൂദ്ര സുഖമാപ്നുയാത്, ഡേ ടു ഡേ ബേസിസ്, ഒരു നിമിഷം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ആ സമയത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നവൻ അയാൾ ശൂദ്രനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശൂദ്രനാണ്. ചെയ്യുന്ന കർമ്മത്തിൽ പഠിക്കലും പഠിപ്പിക്കലുമാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വൈശ്യനാണ്, ബിസിനസ്സാണ് എൻ്റെ. ഇനി അതല്ല, എനിക്ക് ഇതുകൊണ്ട് എനിക്ക് വല്ല പവറും പൊസിഷനും കിട്ടണം, ഞാൻ ഇതൊക്കെ എൻ്റെ ബയോഡാറ്റയിൽ ചേർത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്, അത് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ക്ഷത്രിയനാണ്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് മനുഷ്യൻ. വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്വഭാവങ്ങൾ ഈ പറയുന്നതൊക്കെ വർണ്ണവും സ്വഭാവവുമാണ്. ഇത് ഏതുമായിട്ട് ബന്ധമില്ല? ഇന്നത്തെ ജാതി വ്യവസ്ഥയുമായിട്ട് കൂട്ടിക്കലർത്തുമ്പോഴാണ് ബ്രഹ്മചാരി പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന്. ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്ന് കമൻറ്റേറ്ററായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ഈ ചിന്മയസ്വാമിയുടെ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ബുക്കിലും കൃത്യമായിട്ട് വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ വർണ്ണങ്ങൾക്ക് സ്വതേ രജസ്തമോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും സ്വഭാവ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന തരഭേദങ്ങൾക്ക് പിൽക്കാലത്ത് രൂപം പ്രാപിച്ചിട്ടുള്ള, കാരണം ജാതി വ്യവസ്ഥകളൊന്നും ഭഗവത്ഗീത എഴുതുന്ന BC കാലഘട്ടത്തിൽ ഇല്ല. BC 3000 ജാതി വ്യത്യസ്തമായ ഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാപിച്ച ജാതി പിൽക്കാലത്ത് രൂപം പ്രാപിച്ച ജാതി വ്യവസ്ഥയുമായി ഒരു ബന്ധവുമില്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും വായിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. വർണ്ണവും ജാതിയും ഒന്നാണെന്ന നിലവിലുള്ള ദുർവ്യാഖ്യാനത്തിന് ഈ ശ്ലോകം വിധേയമായിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യാഖ്യാതാവ് എഴുതുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പോലെ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ജാതി എന്ന് പറയുന്നത്, എൻ്റെ മതം എന്ന് പറയുന്നത് ജാതി മതം ആണല്ലോ ഇപ്പം, അതും വർണ്ണവുമായിട്ട് ബന്ധമില്ല. വർണ്ണം സ്വഭാവമാണ്. ജാതി മതം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ജന്മം കൊണ്ട് ഏതിലാണ് ചേർന്നത്, എൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ എന്താണുള്ളത്. പിന്നെ മതം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് എന്താണ് മതം, അഭിമതം, എൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമനുസരിച്ച് എനിക്ക് മതം മാറാം. കാരണം ഞാൻ സർട്ടിഫിക്കറ്റിൽ ഏതാണ് എനിക്ക് വേണ്ടത് എന്നനുസരിച്ചിട്ട് എനിക്ക് മാറാം. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിലുള്ളതല്ലല്ലോ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് സ്വഭാവമനുസരിച്ചിട്ട് തരംതിരിച്ചിട്ടുള്ള ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സ്വഭാവ പ്രഭവൈർ ഗുണൈ, ആ സ്വഭാവമനുസരിച്ചിട്ട് ഗുണങ്ങളെ തരംതിരിക്കുന്ന വർണ്ണവും ഞാൻ ഏത് ക്യാരക്ടറാണ് എന്നുള്ള ജാതിയും തമ്മിൽ, അല്ലെങ്കിൽ മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഏത് ജാതി ഭേദത്തിൽപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ജാതി ഭേദങ്ങളിൽ ഏത് പെട്ടാലും എനിക്ക് പഠിപ്പിക്കുകയാവാം, ബിസിനസ് ചെയ്യുകയാവാം,
എനിക്ക് പവറും പൊസിഷനും ഉണ്ടാവാം, എനിക്ക് സന്തോഷിച്ച് ജീവിക്കുന്നൊരു ശൂദ്രനും ആവാം. അപ്പോൾ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന 4 വർണ്ണങ്ങൾ സ്വഭാവമാണ്. ഇന്ന് പറയുന്ന ജാതി ഭേദങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഏത് ജാതിയിൽ ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കും ഇതിലേതുമാവാം. എന്ന് വെച്ചാൽ പഠിക്കലും പഠിപ്പിക്കലുമാണ് എൻ്റെ കർമ്മം. പക്ഷേ എൻ്റെ ജന്മം കൊണ്ട് ഞാൻ ഒരു ശൂദ്രൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ജൈനിൻ്റെ അല്ലെങ്കിൽ ഒരു ബുദ്ധൻ്റെ ബുദ്ധിസ്റ്റ് വിശ്വസിക്കുന്ന ഒരാൾക്കാരുടെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ടിട്ടുള്ള OBC ആയാലും സവർണനായാലും അവർണനായാലും ഏതിൽപ്പെട്ടാലും ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ് എൻ്റെ കർമ്മമെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. പക്ഷേ ഈ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ബ്രാഹ്മണൻ എന്ന് നമ്മളിപ്പോൾ ഒരു പൂണൂലിട്ട് പൂജാരി ആയ ഒരാൾക്ക് മാത്രം ബ്രാഹ്മണനാണ് എന്നുള്ള പേര് കൊടുത്ത് അതേ വാക്ക് തന്നെ ഈ ചാതുർവർണ്ണത്തിലും ഉപയോഗിച്ചപ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണിത്. ഞാൻ പൂണൂലില്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷെ എൻ്റെ കർമ്മം കൊണ്ട് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പവറും പൊസിഷനും വേണ്ടാന്ന് വെച്ച് വിട്ടിറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ജന്മം കൊണ്ട് ക്ഷത്രിയന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അമ്മയുടെ അച്ഛൻ ജന്മിയായിരുന്നു, നാടുവാഴിയായിരുന്നു. അപ്പം ക്ഷത്രിയനുമായിട്ട് കുറച്ച് ബന്ധമുണ്ടെന്ന് പറയാം. നമ്പ്യാരാണ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്പ്യാരാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് നമ്പ്യാരുടെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ചിലപ്പോൾ അച്ഛൻ്റെ ഗുണത്തിൽ DNA പാറ്റേൺ കൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അഹങ്കാരമൊക്കെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ സ്ഥായിയായ ഒരു ഭാവം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ്. ബിസിനസ് അറിയേയില്ല, പക്ഷെ ഞാൻ ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ ഒരു മാർവാടിയുടെ മകനായിട്ട് ജനിച്ചു പോയി എന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ഞാൻ വൈശ്യനാണെന്ന് കാണിച്ചാലും അങ്ങനെ ജനിച്ചിട്ട് മാർവാടിയായി ജനിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ നല്ല ടീച്ചേഴ്സായിട്ട് മാറിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ജാതി എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്താണോ അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഒഫീഷ്യലി അഡ്മിനിസ്ട്രേറ്റീവ്ലി. ഇവിടെ പറയുന്നത് കർമ്മ സ്വഭാവം, എൻ്റെ സ്ഥായിയായ ഭാവം എന്താണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എൻ്റെ സ്വഭാവം. ബ്രാഹ്മണ ക്ഷത്രിയ വിംശാം ശൂദ്രാണാം ച പരന്തവ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈ 18ാമത്തെ അധ്യായത്തിൽ 41ാമത്തെ ശ്ലോകം. അതും ഈ ശ്ലോകത്തിൻ്റെ കൂടെ, ഏത് ശ്ലോകത്തിൻ്റെ കൂടെ? 4ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിവില്ലാത്ത പലരും പറഞ്ഞു നടക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള കുറേ ഇത്തരം കുഴപ്പങ്ങൾ ഭാരതീയമായ ഇതിഹാസ പുരാണ പാഠ്യവിഷയങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ ഭാഗങ്ങൾ മാത്രം വായിക്കാതെ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, ഇതുപോലെയുള്ള റെഫറൻസുകൾ വേറെ എന്തൊക്കെയാണെന്നൊക്കെ കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ കുറച്ചും കൂടി കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം.